വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് കുറേ പേര് എന്നോട് സജസ്റ്റ് ചെയ്ത പോലെ ക്വിക്ക് ആൻഡ് ഈസി കേരള മീൽസ് ഐഡിയ ആണ്. ഞങ്ങളുടെ വീട്ടിൽ വീക്ക്ലി വൺസ് എങ്കിലും എപ്പോഴും ചെയ്യുന്ന കുറച്ച് കോമ്പിനേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ആദ്യം ചെയ്യുന്നത് പീച്ചിങ്ങയും ചെമ്മീനും കൊണ്ടുള്ളൊരു മഞ്ഞ കളറിലൊരു ചാറാണ്. പീച്ചിങ്ങ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയൊരു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. ആൻഡ് അതിലോട്ട് 1/4 teaspoon turmeric powder, 1 teaspoon salt and 2 green chilli sliced and ഒരു 10 to 15 white prawns. ഏത് വെറൈറ്റി പ്രോൺസും ഏത് സൈസിലുള്ള പ്രോൺസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇന്ന് നോൺ വെജ് ഒന്നും ഉണ്ടാക്കാത്ത കാരണം പ്രോൺസ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ ഒരു 1/4 cup വാട്ടറും കൂടി ആഡ് ചെയ്തൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി ഈ ചട്ടി ഒന്ന് മൂടി വെച്ച് പ്രോൺസും പീച്ചിങ്ങയും ഒന്ന് കുക്കാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി പീച്ചിങ്ങയും ചെമ്മീനും കുക്കാവുമ്പത്തേനും നമുക്ക് കോക്കനട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. 1/2 cup ഗ്രേറ്റഡ് കോക്കനട്ട്, 3 to 4 ഷാലറ്റ്സ് ആൻഡ് 1 ഗാർലിക് ക്ലോവ്. ഇത്രയും ആഡ് ചെയ്ത് കുറച്ച് വാട്ടറും കൂടി ആഡ് ചെയ്തൊന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ചെമ്മീനും പീച്ചിക്കയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കോക്കനട്ടിൻ്റെ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എഗെയിൻ നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്യിക്കാം. ചില സ്ഥലത്ത് കോക്കനട്ട് പേസ്റ്റ് മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ. ബട്ട് എനിക്ക് ഇതിനകത്ത് കുറച്ച് തിക്ക് കോക്കനട്ട് മിൽക്കും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1.5 കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. ഇനി കോക്കനട്ട് മിൽക്ക് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആൻഡ് കടുകും ഉണക്കമുളകൊക്കെ ഒന്ന് താളിച്ചൊഴിക്കാം. നമ്മുടെ ചെമ്മീനും പീച്ചിങ്ങയും കൊണ്ടുള്ള മഞ്ഞച്ചാറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡിഷ് ചെറിയ പപ്പായ കൊണ്ടുള്ള തോരൻ. ചട്ടി ചൂടായി കഴിയുമ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ആൻഡ് കുറച്ച് കടുക്, ഇനി കുറച്ച് ഉള്ളി, ഗാർലിക്, ഗ്രീൻ ചില്ലി ഇത്രയും ആഡ് ചെയ്യാം. ആൻഡ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഒരു പിടി ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യാം. ആൻഡ് ഉപ്പ് ആവശ്യത്തിന്. കോക്കനട്ട് പതിയെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് പച്ച പപ്പായ ആഡ് ചെയ്യാം. ആൻഡ് ഇത് വെള്ളം ഒഴിക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ പപ്പായ തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലാകെ ശ്രദ്ധിക്കാനുള്ളത് പപ്പായ ഒരിക്കലും ഓവർ കുക്ക്ഡായി പോകരുത്. ചെറിയ രീതിയിൽ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. അടുത്ത ഡിഷ് വഴുതനങ്ങ വറുത്തത്. വഴുതനങ്ങ ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് വേണം വറുക്കാനായിട്ട്. ഞാൻ പച്ച കളറിൽ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1/2 teaspoon ടർമറിക് പൗഡർ, 1/2 teaspoon സോൾട്ട് ആൻഡ് 1/2 teaspoon പെപ്പർ പൗഡർ ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സെർവ് ചെയ്യണേക്കാളും തൊട്ട് മുമ്പ് ഫ്രൈ ചെയ്തെടുക്കാം. കോക്കനട്ട് ഓയിൽ ചൂടായി കഴിയുമ്പോൾ വഴുതനങ്ങ ആഡ് ചെയ്യാം. ചെറിയ ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കത് കിട്ടും. നമ്മുടെ ആദ്യത്തെ ബാച്ച് വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള വഴുതനങ്ങയും കൂടി ഫ്രൈ ചെയ്യും. ഇനി കുറച്ച് സ്ലൈസ് ചെയ്ത ഗ്രീൻ ചില്ലിയും കറി ലീവ്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ആഡ് ചെയ്യാം. നമ്മുടെ വഴുതനങ്ങ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ ആദ്യത്തെ ഡിഷ് പീച്ചിങ്ങയും ചെമ്മീനും മഞ്ഞച്ചാറ്.
നമ്മുടെ സെക്കൻഡ് ഡിഷ് പപ്പായ തോരൻ, വഴുതനങ്ങ വറുത്തത്, ആൻഡ് ഏതെങ്കിലും ഒരു വെറൈറ്റി ചമ്മന്തി, ആൻഡ് നമ്മുടെ നാരങ്ങ ചാലിച്ചത്. ആൻഡ് ഞങ്ങളുടെ വീട്ടിൽ ഏത് മീൽസിൻ്റെ കൂടെയും ഗ്രീൻ സാലഡ് മസ്റ്റാണ്. അപ്പോൾ ഇത് ക്യാരറ്റ്, ക്യൂക്കുംബർ, ക്യാപ്സിക്കം ആൻഡ് അനിയൻ ആൻഡ് വിനീഗർ, സോൾട്ട് ആൻഡ് കോക്കനട്ട് ഓയിൽ ഇത്രയും ആഡ് ചെയ്ത ഗ്രീൻ സാലഡ് ആൻഡ് രസം. ഇതും ലഞ്ചിന് ഞങ്ങളുടെ വീട്ടിൽ മസ്റ്റാണ്. ചമ്മന്തി ഇടട്ടോ, നാരങ്ങ ചാലിച്ചത്, പപ്പായൊക്കെ കഴിക്കുക. ചെറിയൊരു മധുരത്തിന് കരിക്കും ശർക്കരയും. ഇത് ഞാൻ എപ്പോഴും ഡയറ്റ് ചെയ്യുമ്പോൾ ഷുഗറിൻ്റെ ഒരു ക്രേവിങ് വരുമ്പോൾ കഴിക്കുന്ന ഒരു ഡിഷാണ് ഈ കരിക്കും ശർക്കരയും.